friends, so എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നിടക്കൂടെ ജസ്റ്റ് ഇതുകൊണ്ട് ഞങ്ങൾ ഓണം സീരീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഓണം സീരീസിൻ്റെ ഇത് തേർഡ് എപ്പിസോഡിൽ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. സോ ഞങ്ങൾ വീട്ടിലുള്ള തന്നെ ഒരു ഫ്രൂട്ട് വെച്ചാണ് ഞങ്ങൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത്. സോ ഏത് ഫ്രൂട്ടാണ് ജസ്റ്റിന്? പപ്പായ. യെസ്, പപ്പായയുടെ ഫ്രൂട്ട് വെച്ചാൽ ഞങ്ങൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത്. സോ പപ്പായ ജസ്റ്റിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാവുന്ന ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ നല്ല പപ്പായ. യെസ്. സോ നമുക്ക് നമ്മുടെ പപ്പായയുടെ ട്രീ കാണിക്കാം. ചലോ നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാം. യെസ്, കം ഓൺ സീ. ഇതേണ്ടേ, ഇതല്ലേ ഞങ്ങൾ പപ്പായ ട്രീ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ച പപ്പായയുടെ തോരന. നല്ല ടേസ്റ്റിയായ തോരന, ചോറൊക്കെ കൂടെ നമുക്ക് ഒത്തിരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഷുവറായിട്ട് പച്ചപ്പപ്പായയുടെ തോരൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമുക്ക് കടയിലും അത് ഈസിലി ഇപ്പം മേടിക്കാൻ കിട്ടും. സോ നമുക്കത് പോയി ഇനി ഉണ്ടാക്കാം. ആ റെസിപ്പി എങ്ങനെ നോക്കാം. സോ ബാ ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പോയി. ചലോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വന്നിക്കുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം, എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓ സോൺ ബൈ ബൈ പറയാം. എന്നാൽ നമുക്ക് ഇനി ഡയറക്റ്റ് പോയി എന്താ ചെയ്യാം? യെസ്, നമുക്ക് ഡയറക്റ്റ് പോയി ഉണ്ടാക്കാം. എൻ്റെ ഓമയ്ക്ക് ഇനി നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. ഇപ്പം എൻ്റെ തൊലിയെല്ലാം ചെത്തിയിട്ട് നമുക്കിത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഓമയ്ക്ക് ഇവിടെ ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കണം. സോ അടുത്തതായിട്ട് നമുക്കിനി ഒന്ന് അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം. സോ അതിനുവേണ്ടി നമുക്കൊരു ജാറിനകത്ത് ആദ്യമേ കുറച്ച് തേങ്ങ ഇടാം. ഇവിടെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഇടാൻ പോകുന്ന റെഡ് ചില്ലിയ, ഇത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഇതന്നെ ഞാനിവിടെ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഒത്തിരി ഇത് അങ്ങ് അരിഞ്ഞു പോവല്ലോ, പേസ്റ്റ് ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഓമയ്ക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തോട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 3 കൊച്ചുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3-4 കൊച്ചുള്ളി നമുക്ക് എടുക്കാം. പിന്നെ വറ്റല മുളക്, അതിന് കുറച്ച് കറിവേപ്പില. ഇതിനും ഉള്ളിയൊന്ന് പൊക്കാവുന്ന വരെ നമുക്കിതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഉഴുന്നുപരിപ്പ് ഞാൻ. സോ അതും കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതും കൂടെ നമുക്കൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉഴുന്നും ഉള്ളിയും എല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയി വേണ്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളൊന്ന് ചതച്ച് വെച്ച അരിപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് മൂടിയിട്ട് ജസ്റ്റ് നമ്മൾ തേങ്ങ ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ ആ തേങ്ങയൊന്ന് വറുത്തെടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരിപ്പിൻ്റെയൊക്കെ പച്ച ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്ക കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓമയ്ക്കയും അരിപ്പും എല്ലാം നല്ലോണം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഓമയ്ക്ക തോരനിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. സോ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. എന്നിട്ട് ഇത് അടിച്ചു വെച്ച് വേവിക്കണം. അടിച്ചു വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഇത് വേവിച്ചൊന്നെടുക്കാം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് അടിച്ചു വെച്ചൊന്ന് വേവിക്കാം. 5 മിനിറ്റ് മതി, നമ്മുടെ ഓമയ്ക്കത്തോരൻ റെഡിയാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയായ ഒരു പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എൻ്റെ നേരത്തെ 2 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.